നിങ്ങൾക്ക് എൻ്റെ തലയിലിരിക്കുന്ന എന്തോന്നാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഗൈസ് അവിടെ ലെറ്റ്സ് പ്ലേയുടെ എത്ര എപ്പിസോഡ് 12ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ്. സോ നമ്മുടെ തലയിരിക്കുന്ന ഗൈസ് നമ്മുടെ ഡ്രാഗൻ്റെ ഹെഡ്, അത് കൂടായിട്ട് നമ്മുടെ കയ്യിൽ 2 എലൈറ്റർ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇത് നല്ല രസമാണ്. നമ്മൾ 2 ഹെഡാണ്, നമ്മൾ കുറച്ച് ഡ്രാഗനൊക്കെ ഒന്ന് കയ്യിലിട്ട് നമ്മൾ ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഹെഡ് കിട്ടിയില്ല. സംഭവം എന്ന് വെച്ചിട്ട് നമ്മൾ മറ്റേ ബ്ലോക്ക് അടിയിൽ വെച്ചിട്ടായിരുന്നു അത് ഇരിക്കുന്നത്. നമ്മൾ മണ്ടത്തരം കാണിച്ചു, അതുപോലെ നമുക്ക് 2 എലൈറ്റർ കിട്ടി നമ്മൾ റൈഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും. പിന്നെ നമുക്ക് എലൈറ്റർ കിട്ടി, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് മോപ്പ് ഫാം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മൾ ക്രീപ്പർ ഫാം ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചു അതിനിപ്പോൾ മോപ്പ് ഫാമായിട്ട് ഉണ്ടാക്കാം. വേറൊന്നുമില്ല ഗൈസ്, ഉണ്ടാക്കാൻ ഈസിയാണ്, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. എനിക്ക് വയ്യ ഗൈസ് കഷ്ടപ്പെടുത്ത എപ്പിസോഡൊക്കെ നമ്മൾ വേറെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല കിട്ടിയിരിക്കുന്നത്, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് ഗ്യാദർ ചെയ്ത് ചെസ്റ്റാ ഞാൻ എന്തോ നീ പറയുന്നത്? ഞാൻ എന്തിനാ ഡ്രാഗനെ കൊന്നത്? 2 എലൈറ്റർ ഉണ്ട്, പിന്നെ ഷെൽക്കറിന് വേണ്ടിയല്ലേ ഞാൻ ഈ ഡ്രാഗനെ കൊന്നത്? പിന്നെ എന്തിനാ ചെസ്റ്റ് ഒക്കെ എടുക്കുന്നത്? അപ്പോൾ ഗൈസ് നമുക്കെന്തെങ്കിലും പോയി നമ്മുടെ ഷെൽക്കർ എടുക്കണം ഗൈസ്. പിന്നെ ഒരു കാര്യം ഗൈസ്, ഇവൻ്റെ തല കണ്ടാ? നമ്മളിത് ഒരു തല എടുത്ത് നമ്മുടെ കയ്യിൽ, ഒരു തല നമ്മുടെ തലയിലുണ്ട്. ഈ തല നമ്മുടെ പേഴ്സണലാണ്, ഈ തല നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മളിത് ആ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. നോക്കി ഇതെന്താ സ്കിന്ന്, നമുക്ക് ഈ എഡിറ്റ് സ്റ്റീവിനാക്കിയല്ല. ഈ ബക്രോക്ക് എഡീഷൻ്റെ കാര്യം ഇതൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയാലേ. ഇതെന്താണ്? ഓക്കെ, ക്യാരക്ടർ അസ്വിൻ ചേഞ്ച് ആയിട്ട് നീ നോക്കട്ടെ. ഇപ്പോഴും ആ സ്കിന്നായിട്ടാണ് കാണിക്കുന്നത്. ബഡ്രോക്ക് എഡീഷൻ്റെ കാര്യങ്ങളെ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പോയി ഇതെടുത്തിട്ടല്ല, അത് അടച്ചിട്ട് നമുക്ക് നേരെ പോയി നമ്മുടെ എൻട്രി ചെസ്റ്റ് ഉണ്ടാക്കണം. എൻട്രി ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള വുഡ് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, വുഡൊന്നും ഇല്ല, വെറുതെ ഈ പെട്ടിയും ഗുബിൾ സ്റ്റോൺ പെട്ടിയുമാണ് ഗൈസ് എപ്പോഴും നിറയാത്തത്. പിന്നെ ഗൈസ് നമുക്ക് നമ്മൾ കുറച്ചാൾക്ക് പിന്നെ ഇതിനെ കൊന്നപ്പോൾ നമ്മൾ ഫ്ലോ എന്ന് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്പയർ ആർമർ ട്രിമാണ്. സോറി, ഇത് ഫ്ലോ അല്ല കേട്ടോ, ഫ്ലോ വേറെയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബുക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ട് അതൊക്കെ നമ്മൾ വേറെ സംഭവത്തിൽ ഇടാൻ നമ്മൾ എന്തായാലും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് സാഡിലൊക്കെ ഉണ്ട്, സാഡിൽ എന്തെങ്കിലും കാണിച്ച്. പിന്നെ ഗൈസ് നമുക്ക് ഈ ഒരു സാൻഡിന് 2 ആർമർ ട്രിം കിട്ടിയിട്ടുണ്ടായിരുന്നു. സാൻഡിനാണൊക്കെയുള്ള ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ കുറച്ച് ഗോൾഡ് ഉണ്ട്, പിന്നെ കുറച്ച് ഡയമണ്ട് ഒന്നും കിട്ടിയില്ല, കുറച്ച് അയണും കിട്ടി. അപ്പോൾ നമ്മൾ ഷെൽക്കർ ഷെല്ല് എടുത്തിട്ടുണ്ട്. 36 ഷെൽക്കർ ഷെല്ലുണ്ട് ഗൈസ് നമുക്ക്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഫുഡ് വെച്ച് നമ്മൾ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് എത്ര ഷെല്ല് ഉണ്ടാക്കാൻ പറ്റും, എത്ര ഷെൽക്കർ ഉണ്ടാക്കാൻ പറ്റും നോക്കാം ഗൈസ്. ഓക്കെ, ഇതിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു 10 ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, 11, 12, 13 ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻഡർ ചെസ്റ്റ് എടുക്കണം ഗൈസ്. ഓക്കെ, നമ്മുടെ എൻഡർ ചെസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഈ പിക്കാക്സ് എന്ത് ചെയ്യാവോ? നമ്മുടെ മറ്റേ സിൽക്ക് ടച്ച് പിക്കാക്സ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ഇല്ലേ? ഓക്കെ ഗൈസ്, നമ്മുടെ സിൽക്ക് ടച്ച് പിക്കാക്സ് ഇവിടെ ഇല്ലടാ. ഇതെവിടെ? ഇത് ടെർട്ട് ഇതിനകത്താണ് സാധാരണ വെക്കാറ്. ഞാനത് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതിനകത്ത് സാധാരണ വെക്കാറ്, ഇതിനകത്ത് കാണുന്നില്ലല്ലോ, വെട്ടിയില്ലല്ലോ ഇവിടെ. അതേ കിട്ടി ഗൈസ്. ഓക്കെ, സിൽക്ക് ടച്ച് പിക്കാക്സ് ഇട്ടിട്ടുണ്ട്. എൻട്ര ചെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ സിൽക്ക് ടച്ച് പിക്കാക്സ് വെച്ചിട്ട് എൻട്ര ചെസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തേക്കാം, ഒരു മനസ്സുഖം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ മുകളിലോട്ട് പോയിട്ട് നമുക്ക് ഷെൽക്കർ എല്ലാം ഉണ്ടാക്കി ഇതിനകത്ത് വെക്കണം. ഓക്കെ, ഇതിൽ ഇപ്പോൾ എത്ര ഷെൽക്കർ ഉണ്ടാക്കാൻ പറ്റും? ഓക്കെ, 13 ഷെൽക്കർ ഉണ്ടാക്കാൻ പറ്റും. 13 പോരാ, നമുക്ക് എൻട്ര ചെസ്റ്റിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇവിടെ വെച്ച് നോക്കട്ടെ. ഇത് ഏറിയിരിക്കും ഗൈസ്. ഓക്കെ, 13 തികയത്തില്ല ഗൈസ്, നമുക്ക് കുറച്ചുകൂടി ഇതുണ്ട്. എന്തായാലും നമ്മൾ മൊത്തവും ഷെൽക്കർ വെച്ച് നിറയ്ക്കുന്നില്ല, കാരണം നമുക്ക് വേറെ ആവശ്യമില്ല സംഭവങ്ങളൊക്കെയാണ്. ഷെൽക്കർ എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലത്തെ ഓറ് അങ്ങനത്തെ സംഭവമൊക്കെ വെക്കാൻ പറ്റിയ സംഭവമാണ്. നമ്മൾ മൊത്തം ഷെൽക്കർ വെച്ച് അത് ബോറായി പോകും, കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ബെഡ് കാണും, ചിലപ്പോൾ ഫുഡൊക്കെ കാണും, ആവശ്യമില്ലാത്ത കുറച്ച് ഫുഡൊക്കെ കാണും. നമ്മൾ അതിനകത്ത് എടുത്ത് വെക്കുക ഡ്രസ്സിൽ. പിന്നെ നമുക്ക് താഴെ പോയിട്ട് ബാക്കി വുഡില്ലല്ലേ, ഷിറ്റ്. ഇതിലൊന്നും വുഡില്ല വയസ്സ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇത്ര തന്നെ ഉണ്ടാക്കാം, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇത്ര എടുത്ത് വെച്ചേക്കോ. ഇത് പകുതിയോളം നിറഞ്ഞ്, ഏകദേശം പകുതിയോളം നിറഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും താഴത്തോട്ട് പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള സംഭവം ഇതെന്താണ്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതെടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇതിനകത്തല്ലല്ല ചേടാ, ഈ വേസ്റ്റ് വെട്ടിൻ്റെ അത് തന്നെ. അല്ല വാല്യുബിൾ ചെസ്റ്റിൽ നമുക്ക് വേറെ സംഭവം വെക്കാനുണ്ട്. നമ്മുടെ ഹെഡും പിന്നെ നമുക്ക് ആ ഷെല്ലും കൂടെ എടുത്ത് വെച്ചേക്കാം. പിന്നെ അത് ഈ വുഡില്ലല്ലോ, വുഡ് വെട്ടിയിൽ ഇതെടുത്ത് വെച്ചേക്കാം. പിന്നെ വാല്യുബിൾ ചെസ്റ്റ് സംഭവം കൂടി വെക്കാനുണ്ട്. 2 എലൈറ്ററും കൂടി എടുത്ത് വെച്ചേക്കാം. ബുക്ക് ഇന്നിപ്പോൾ ആവശ്യമില്ല, ഇപ്പോഴും പിന്നെ എടുത്ത് വെച്ചേക്കാം.
പിന്നെ നമുക്ക് ചെയ്യാൻ ഗൈസ്. അത് ഞാൻ ഷീൽഡിലൊക്കെ ഇടാൻ വേണ്ടി നിർത്തിയാണ്. കുറച്ച് പിന്നെ ഗൈസ് നമ്മളിത് കുറച്ച് ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൺപൗഡർ കാര്യമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇത് നമുക്ക് ഫാർം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല. അതാണ് ഞാൻ മൊത്തം റോക്കറ്റ് ഉണ്ടാക്കി വെക്കാത്തത്. എന്നുവെച്ചാൽ ഇത് പറന്ന് പോകണമെങ്കിൽ ചിലപ്പോൾ ഈ റോക്കറ്റൊന്നും ഉപയോഗം ആകണമെന്നില്ല. അയ്യോ എൻ്റെ പിക്കക്സ് കളയല്ലേ. കിട്ടിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണ്. ഞാനാണെങ്കിൽ അയണൊക്കെ ഇപ്പോൾ അങ്ങനെ ഇരിക്കാത്തത് കൊണ്ട് ഈ ഒന്ന് കുറച്ച് നേരം അയൺ ഫാമിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാം ലൂട്ടിട്ടും. ഇനി അധികം നിൽക്കാറില്ല. അപ്പോൾ നമ്മുടെ ഈ ഫോർത്ത് മേക്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതേ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തേക്കാം. ഓക്കെ. മഴ തുടങ്ങി. അന്നേരം നമ്മൾ എപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വന്നാലും ഈ മഴയാണ് ഗൈസ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. നല്ല മഴയാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും മറ്റേ റിസോഴ്സൊക്കെ ഒപ്പിച്ചിട്ട് നിങ്ങളെ കാണിക്കും ഗൈസ്. ചിലപ്പോൾ അതായിരിക്കും നല്ലത്. അയ്യോ ഗൈസ് ഒരു കാര്യം, നമുക്ക് കുറച്ച് ഡൈ എടുക്കണം. നമ്മൾ റിസോഴ്സ് ഒപ്പിക്കാനൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തായിരുന്നു. ഒക്കെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഡൈ എടുക്കണം ഗൈസ്. നമുക്ക് എലൈറ്റർ ഇട്ട് പറഞ്ഞേക്കാം. കുറച്ച് ഡൈ ഇവിടെ എവിടെയെങ്കിലും പൂവുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഡൈ എടുക്കാം ഗൈസ്. ബ്ലാക്ക് ഡൈ എടുക്കണമെങ്കിൽ മറ്റേ ഇവന്മാരെ വേണം. എന്ത് വരുന്നത്? സ്ക്വിഡ് ഗെയിമല്ല, സ്ക്വിഡ് ഇതൊന്നും എവിടേക്ക് ഇങ്ങനെയൊക്കെ തോന്നും. നമ്മളന്ന് പണിഞ്ഞായിരിക്കും സ്ക്വിഡ്. സാധാരണ സ്ക്വിഡ് ഈ മറ്റേ ബ്ലോക്കിൻ്റെ ഡീലേക്കാണ് സ്പോൺ ആവാറ്. ഇവിടെ 2-3 കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്പോണായി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മറ്റേ ടർട്ടിൽ ഹെഡ് ഒന്ന് ഒപ്പിക്കണം ഗൈസ്. ടർട്ടിൽ ഹെഡ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ടർട്ടിൽ ഹെഡ് ഉണ്ടാക്കുന്നതാണോ കിട്ടുന്നതാണോ അങ്ങനെ ഞങ്ങളുടെ സംഭവമാണ്. ടർട്ടിൽ ഹെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 സെക്കൻഡ് എന്തോ അങ്ങനെ കണ്ടാണ്. 10 സെക്കൻഡ് എയർ ബബിൾ കൂടി തരും. അങ്ങനെ കണ്ടാണ്. നിങ്ങൾ ഇവന്മാരെ വല്ല കിട്ടുവാണെങ്കിൽ ഒന്ന് കാണിക്കാം ഗൈസ്. ഇവിടെ എന്തെങ്കിലുണ്ടോ? ചേടാ ഇവിടെ സാധനം കാണുന്നതാണല്ലോ. ഓക്കെ ഗൈസ് ഇവിടെ ആദ്യം കിട്ടി. നേരത്തെ കണ്ടായിരുന്നേ. എന്തായാലും കുഴപ്പമില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഈ സ്വന്തമല്ല 3 കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഇവനെ ഇങ്ങനെ പൊങ്ങി തന്നി കളിച്ച് അപ്പോഴത്തേക്ക് മുമ്പാർ ഇങ്ങനെ സ്പോണായി. നമ്മളിവിടെ ഇന്നാലും ചിലപ്പോൾ ഇവന്മാർ സ്പോണാത്തുള്ളായിരിക്കും തോന്നുന്നു. ഇത് ഈ സംഭവം എന്നാണോ ഇവന്മാർ ഈ കറുത്ത കളറിൽ ഈ ഡ്രൗണ്. അയ്യോ ഞാൻ ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടില്ല. ചെത്തി. ഓക്കെ നമുക്ക് 2 തന്നെ മതി. ഇത്ര തന്നെ മതി. 2 എവിടെയത് കിട്ടി എൻ്റെ കയ്യിൽ. അല്ല ദേ കിടക്കും. 5 കിട്ടി. ഇത് തന്നെ മതി. എന്തായാലും ഈ വെള്ളത്തിൻ്റെ അകത്തോടെ ഈ റോക്കറ്റ് വെച്ച് പറക്കാൻ പറ്റത്തില്ല. ഈ ബെഡ്റോക്ക് എഡീഷനിൽ അത് പറക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഈ ബെഡ്റോക്ക് എഡീഷനിൽ ഇത് വെച്ച് പറക്കാൻ പറ്റത്തില്ല. മെയിൻലി ഇതിനാണ് എനിക്ക് വേണ്ടത്. ഇതെന്താ ഹെൽത്ത് പോയല്ല, മറ്റേ വർക്കിൻ്റെ ഇരിക്കുന്നത്. അല്ലല്ല ഞാൻ ഉണ്ടാക്കിയാണല്ലോ. അവിടെ ഇടിച്ച് ഹെൽത്ത് പോയതായിരിക്കും. എൻ്റെ പന്നെ ഇടിച്ച്. ഇനിയിപ്പോൾ നമുക്കത് ഇത് വെച്ചാണ് ബ്ലാക്ക് ഡേ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് കിടന്നൊന്ന് ഉറങ്ങിയേക്കാം. ഓക്കെ. ഇതും കൂടി കൂടുമ്പോൾ എത്ര ദിവസമാണോ? 151 ദിവസമായി ഗൈസ് നമ്മുടെ ഇത്. നമ്മൾ ഇതുവരെ ഇവനെ ഒന്നും കൊന്നിട്ടില്ല. നമ്മുടെ മറ്റേ വിതറിനൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബ്ലാക്ക് ഡേ ആക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വേറെ എപ്പിസോഡ് ചെയ്യുന്നിരിക്കും ഗൈസ്. ഓക്കെ, വരുന്ന എപ്പിസോഡിലാക്കാം. നമുക്ക് 2 ഷെൽക്കർ എടുത്തിട്ടുണ്ട്. 2 ഷെൽക്കർ ഈ ബ്ലാക്ക് പെട്ടിയാണ് നമ്മുടെ ടൂള് പെട്ടിയില്ലല്ലോ, വർക്ക് പെട്ടി. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ 2 ഷെൽക്കർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വർക്ക് പെട്ടിക്ക് നമുക്കൊരു പേര് കൊടുക്കണം. അതിന് വേണ്ടി നമ്മുടെ സ്കെലിട്ടൺ ഫാർമിലോട്ട് പോകണം. നമ്മുടെ കയ്യിലാണ് കുറച്ച് റോക്കറ്റേ ഉള്ളൂ. ഇത് വെച്ച് എങ്ങനെയെങ്കിലും അവിടെ എത്തണം. ഈ സ്കെലിട്ടൺ ഫാർമിലോട്ട് ഞാനൊരു പോർട്ടലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. കാരണം ഈ മറ്റേ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഒന്ന് വല്ലാതെ മെനക്കെടാണ്. പക്ഷേ ഇത്ര അടുത്തായതുകൊണ്ടാണ് ഞാൻ പോർട്ടലൊന്നും ഉണ്ടാക്കാത്തത്. വേണം ഈ ഉണ്ടാക്കും. എനിക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഒന്ന് ഇഷ്ടം. എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ചെയ്ത് ഇഷ്ടമായി. ശരിയെല്ലാം പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ പറക്കാൻ പറ്റുമോ? ഇല്ല, പറക്കാൻ പറ്റത്തില്ല. വെറുതെ റോക്കറ്റ് കളഞ്ഞു. റോക്കറ്റൊക്കെ അമൂല്യേ. ഇതാണ് നമ്മുടെ വർക്ക് പെട്ടി കേസ്. ഓക്കെ, പേരിട്ടിട്ടുണ്ട് വർക്ക് പെട്ടി. ഇത് വർക്ക് പെട്ടി 1, അപ്പുറം തിരിയുന്ന വർക്ക് പെട്ടി 2. അങ്ങനെ നമുക്കിടാം. വർക്ക് പെട്ടി വേറെ എന്തെങ്കിലും ഇടുകയാണോ? വർക്ക് പെട്ടി മാത്രമേ ഇടാം തൽക്കാലത്തേക്ക്. നമ്മുടെ റീസോഴ്സ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുമ്പോൾ എല്ലാ റീസോഴ്സ് നമ്മൾ ഒപ്പിച്ച് വെക്കുന്നത് ഈ ഷെൽക്കർ ബോക്സിലായിരിക്കും. വേറെ കളറൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഞാൻ ബ്ലാക്കും എടുത്തത്. നമുക്കിത് ഈ പേര് റീനെയിം ചെയ്യാം. ഓക്കെ, MD's വർക്ക് പെട്ടി ഇട്ട് കൊടുത്താലോ? MD1 വർക്ക് പെട്ടി കൊള്ളായിരിക്കുമല്ലോ. നോക്കി നോക്കട്ടെ. ഒരു മുകളിലൊരു ഇതെന്താ മറ്റേ ഹൈഫൺ ഇട്ടിട്ട്, ഹൈഫണല്ല അപ്പോർസഫി അങ്ങനെ പറയില്ലേ. ഓക്കെ, വർക്ക് പെട്ടി പെട്ടിന്ന് തന്നെ വായിക്കണം കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പേര് കൊടുത്തേക്കാം. ഇതെന്താണ്? എക്സോ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇത് ചേടാ ഓക്കെ, നമുക്ക് 1 ഇടാം. വർക്ക് പെട്ടി 1, മറ്റേത് വർക്ക് പെട്ടി 2 എന്ന് വെച്ചാൽ ഒന്നിനെ തന്നെ ഉപയോഗിക്കുന്നത്. എന്നാലും നമുക്ക് വർക്ക് പെട്ടി 1 വർക്ക് പെട്ടി 2 എന്നൊക്കെ ഇടാം. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു ഫാർം ഉണ്ടാക്കുമ്പോൾ 2 ഐറ്റംസ് വേണ്ടി വരും.
ഇപ്പോൾ ഒരു ഇതിൽ മൊത്തം ഡർട്ട്, മറ്റേലിപ്പോൾ മൊത്തം സ്റ്റോണ്, അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് നന്നായിരിക്കും ഇത്. അയ്യോ ഇതെന്താണ്? ഓക്കെ, വർക്ക് ചേടാ, ബെൽട്ടല്ല, പെട്ടി. ഓക്കെ 2. ഓക്കെ, വർക്ക് വേണ്ടി 2 ഒരു ലെവൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻവിലെടുത്ത് നമുക്ക് കൊണ്ടുപോകുക. നമുക്ക് നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇതിൽ വരണ്ടല്ലോ, ഇതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇവിടെ നിന്ന് ശ്രമിച്ച് നോക്കിയല്ലേ പറക്കാനായിട്ട്. ഇങ്ങനെ അയ്യോ റോക്കറ്റ് പോയില്ലല്ലോ. നോക്കട്ടെ, ഹെൽത്ത് എൻ്റെ പൊന്നെ നല്ലോണം ഹെൽത്ത് പോകും. എൻ്റെ പിന്നെ വേണ്ട. ഈ ചെസ്റ്റ് പ്ലേറ്റ് എലൈറ്ററും കൂടെ ഒരുമിച്ചിടാൻ പറ്റി നീ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞ ചെസ്റ്റ് പ്ലേറ്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ വല്ല മോഡുണ്ടോ ചെസ്റ്റ് പ്ലേറ്റും എലൈറ്ററും കൂടെ ഒരുമിച്ചിടാൻ പറ്റുന്നത്? നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പറന്നു പോവാം. അങ്ങനെ എലൈറ്ററോ മഴ, ഇരുവെട്ട് മഴ, നമുക്ക് കിടന്നുറങ്ങാം. ഇരുവെട്ട് മഴയാണ്. ബെഡ് വെക്കണം, ഇവിടെ വെക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയല്ല മോഡുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ. ചെസ്റ്റ് പ്ലേറ്റ് എലൈറ്ററും കൂടെ ഒരുമിച്ചിടണം. അയ്യോ എടാ, ഓ ഇടാ ഓടേ, എൻ്റെ പിക്കാക്സിനുള്ളൂ നീ അങ്ങോട്ട്. സോഡൻ്റെ കത്ത് കേട്ടാ, മഴയാണ് തീ പിടിച്ചില്ല. അപ്പോൾ എന്തായാലും ഇതെന്താ മഴ തീരാത്തത്? ഞാൻ ഉറങ്ങിയതാണല്ലേ. നല്ല മഴ, ഇതെന്താ മഴ തീരുന്നില്ലല്ലേ? ഞാൻ വെച്ചിട്ട് ടൈം എടുക്കുമായിരിക്കും തീരെ. എന്തായാലും ഒന്നുകൂടി കിടന്നു നോക്കും. ചിലപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ലേ. എനിക്ക് ആ സോമ്പിയുടെ അടി കൊണ്ട് ഞാൻ മിക്കവാറും എഴുന്നേറ്റ് കാണും. ഓക്കെ, നമുക്ക് എന്തായാലും മഴ തീരും. ഇപ്പം ഈ മഴ വരുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് അറിയാവാ. നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രീപ്പർ ഒന്ന് ബാക്കിലൂടെ ഒരൊറ്റ പൊട്ടി തെറിക്കില്ല. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇത് കൊണ്ട് വെക്കാം. ഓക്കെ, പിന്നെ ഗൈസ് വരുന്ന എപ്പിസോഡ്സിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത്യാവശ്യം നമ്മുടെ സപ്പോർട്ട് നല്ലോണം നോക്കി ഇവിടെ വെച്ചാൽ അത്യാവശ്യം നല്ല സപ്പോർട്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ വീഡിയോസിനൊക്കെ എൻ്റർ ഡ്രാഗനെ കൊല്ലുന്നതും മറ്റേ ഇതൊക്കെ എലൈറ്റർ എടുക്കുന്നതിനൊക്കെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്കിതിൽ ഇതെടുത്ത് വെച്ചേക്കാം. എല്ലാവരും കുറച്ചുകൂടി വ്യൂസൊക്കെ കൂട്ടി തരിക. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഇതെടുത്തിട്ട് ഈ ഇങ്ക് സാക്കും ഡൈയും നമുക്ക് ഇതിനകത്ത് വെച്ചേക്കാം. തൽക്കാലം നമുക്ക് ഇച്ചിരി ഇത് റെയറാണ്, അതുകൊണ്ട് നമ്മൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ് എടുത്ത് വെച്ചേക്കാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഗൺ പൗഡർ വേണ്ടല്ല, ഇത്ര തന്നെ റോക്കറ്റ് മതി. അത്യാവശ്യം ഉണ്ടെന്നല്ല, നമ്മൾ കുറച്ചങ്ങനെ ഒരുപാട് എടുക്കത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളെ റീസോഴ്സ് മൊത്തം ഗ്യാദർ ചെയ്ത് നിങ്ങൾ കാണിക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഫാർം ഉണ്ടാക്കാനുള്ള റീസോഴ്സൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്ത് മൊത്തം നമ്മുടെ വർക്ക് പെട്ടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ 2 പെട്ടിയിലും ഏകദേശം ഫുള്ളുണ്ട്. ഓക്കെ, ഇവൻ്റെ വാഹനങ്ങളാണ് രസമുണ്ടല്ലേ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ പെട്ടി മൊത്തം നിറഞ്ഞ് ഇത്രയും ബ്ലോക്സ് നമുക്ക് വേണം. ഇതിൽ 19 സ്റ്റാക്ക് ബ്ലോക്സ് നമുക്ക് വേണം ഈ ഫാർം ഉണ്ടാക്കാനായിട്ട്. നമുക്ക് സിൽക്ക് ടച്ച് പിക്കാക്സ് ഉള്ളതുകൊണ്ട് സ്റ്റോണായിട്ട് തന്നെ കിട്ടി. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്ലാബും പിന്നെ നമ്മളൊരു ജംഗിൾ കണ്ടുപിടിച്ച് അതിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ലേ. അയ്യോ ഞാൻ മറന്നുപോയി. ഓക്കെ, എന്തായാലും നമ്മുടെ ജംഗിൾ അടിച്ച് അവിടെ നിന്ന് ഞാൻ ബാമ്പു എടുത്തുകൊണ്ടൊന്നും എൻ്റെ മണ്ടത്തരത്തിന് ഞാനാണെങ്കിൽ എൻ്റെ കോർഡിനേറ്റ്സ് എടുത്ത് വെച്ചിട്ടില്ല. അതുമാത്രമല്ല എൻ്റെ കയ്യിൽ കുറച്ച് ബോൺ വീൽ ഉണ്ടായത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഫാർം വരുന്നത്. ഞാനാണെങ്കിൽ ഒരെണ്ണം പോലും അത് എടുത്തുകൊണ്ട് വന്നില്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറച്ച് ഓറും കിട്ടി. നമ്മുടെ ഫോർച്യൂൺ പിക്കാക്സ് എടുത്തിട്ട് ഇത് എത്ര ഡയമണ്ട് ഇട്ട് നോക്കാം. ഒരു 12 ഓറുണ്ട്. ഇത്ര തന്നെ ഒരു 20-24 കിട്ടും, ഒരു 25 കിട്ടുമായിരിക്കും, അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇതെന്തിരി ഓക്കെ, ഇങ്ങനെ വെച്ച് സിൽക്ക് ടച്ച് വെച്ച് മൈൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓറായിട്ട് തന്നെ കിട്ടിയത്. ഓക്കെ, എത്രണ്ണം കിട്ടുന്നത്? എന്ത് 2 വെച്ച് കിട്ടുന്നു? 2 പോരാ, പെട്ടെന്ന് വെച്ചിട്ട് 3 കിട്ടുന്നു. പിന്നെ 4 താ. എൻ്റെ പൊന്നെ എത്ര കിട്ടി? ഓക്കെ, 26 കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ മതി, വേറെ ഒന്നും കിടപ്പില്ലല്ലോ. ഓക്കെ, 26 കിടപ്പുണ്ട്. എന്നാലും നമുക്ക് ഇതൊക്കെ ആവശ്യം വരുന്നത് നമ്മുടെ ട്രിമ്മൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് നല്ലോണം ആവശ്യം വരും. അപ്പം നമുക്ക് എന്തായാലും ഇതെന്താ ന്യൂ ബഗ് അൺലോക്കഡ് ഗൈസ്. എന്തായാലും ശരിയാക്കിയിട്ട് നിങ്ങൾ കാണിക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ന്യൂ ബഗ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിമിൽ നിന്ന് ഇറങ്ങി ഇതാക്കിയപ്പോഴത്തേക്കും ന്യൂ ബഗ് സോൾവ് ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. ബഗ് റോക്ക് എഡീഷനാണ്. ബഡ് റോക്ക് എഡീഷനാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ബഗ്ഗൊക്കെ വരാറുണ്ട്. ഇത് പിന്നെ ബീറ്റ വേർഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ബഗ് കൂടുതൽ ഉണ്ടാകാറുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കെന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കെന്തായാലും കിടന്ന് ഉറങ്ങിയേക്കാം. നമ്മൾ ശുഭകാര്യത്തിന് പോകുമ്പോൾ നമ്മൾ രാവിലെ വേണം പോകാൻ. രാത്രി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. രാത്രി പോയി കഴിഞ്ഞാൽ അവന്മാരെല്ലാം തല്ലേനെ കൊല്ലും. പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അവിടെ എക്സ്പോൺ ആയി അവന്മാർ നാഗ പെസകായി പിന്നെ ഞാൻ നിർത്തി വെച്ചിട്ട് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫാർം ഇത് വരേണ്ടത് ഓഷനിലാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഓഷൻ ഉണ്ട്. ഓഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓഷനാണ്. അത് ഓഷനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ കുറേ ഹെൽപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഓഷൻ ആയിരിക്കും. നമ്മുടെ അവിടെ ഒരു മാർക്ക് വെച്ച സ്ഥലമുണ്ട്. അവിടെ വേണം നമുക്കിത് ബിൽഡ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾ കാണിക്കാൻ കഴിയും. അതായിരിക്കും നല്ലത്.
ഗേസ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് നമ്മുടെ എൻ്റെ സിറ്റിയിലൊന്ന് പോകണം ഗേസ്. നമുക്ക് നമ്മുടെ അയ്യോ ഒരു മിനിറ്റ് ഇതെന്താണ് ഓക്കെ നമ്മുടെ എൻ്റെ സിറ്റിയിലോട്ടൊന്ന് പോകണം ഗേസ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ഒബ്സീഡിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ അത്യാവശ്യം നല്ല ദൂരമാണ് നമ്മുടെ ഇതിരിക്കുന്നത്, നമ്മുടെ ഫാർം ഇരിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പം കറൻറ്റിൽ നമുക്ക് റോക്കറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്കങ്ങനെ ചുമ്മാ റോക്കറ്റ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കൊരു പോർട്ടൽ ഇവിടെ സെറ്റ് ചെയ്താൽ മതി. നമുക്ക് നേരെ അങ്ങോട്ട് പോകാനുള്ളൊരു പോർട്ടൽ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എൻ്റെ സിറ്റിയിലോട്ട് പോകാൻ നമ്മളൊരു പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹോഗ്ലിൻസ്, ഇതിന് ഹോഗ്ലിൻസ് എന്നല്ലേ പറയുക? ഹോഗ്ലിൻസ് അത് തന്നെ ഹോഗ്ലിൻസ്. ഓക്കെ എന്തായാലും ഇവന്മാരങ്ങ് തീർത്തേക്കാം. ഇവന്മാരെ നിന്നാൽ ശരിയാവില്ല, അതാ വിഷയം. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ചേടാ ഇവന്മാരുടെ സൗണ്ട് ഒരുമാതിരി സൗണ്ടാണ്. ഞാനാണെങ്കിൽ ഗെയിമിൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഐ മീൻ നിങ്ങൾ കേൾക്കുമ്പോൾ സൗണ്ട് ഓഫ് ആയിരിക്കും, പക്ഷേ എനിക്ക് സൗണ്ട് ഉണ്ട് കേസ് നല്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു നെതറാക്കാണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സ്റ്റെപ്പ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് സ്പോണാ വരുന്നത്, നമ്മളൊരു അമ്പ് പിടിച്ചിട്ടുണ്ട്. ഇന്നലെ സ്പോണാവുകയാണെങ്കിൽ ഇവന്മാർ ഓക്കെ ഒന്ന് സ്പോണായിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പോർട്ടലിരിക്കുന്നത്. നമ്മളിവിടെ സേഫ്റ്റി മെറ്റീരിയൽസ് ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ ഈ ലാപ്പാടാണ് 7 റോക്കറ്റും പിന്നെ നമ്മുടെ 26 ഡയമണ്ടും ഉണ്ട്. ഇതുകൊണ്ട് കളഞ്ഞി. പിന്നെ ഇൻട്രസ്റ്റ് കുഴപ്പമില്ല, നമുക്ക് ഒപ്പിക്കാന്നേ ഉള്ളൂ. അതെ ഇങ്ങോട്ട് നമുക്ക് പറന്നു. അയ്യോ വേണ്ട ഇതാരടാ എൻ്റെ പൊന്നേ, ജസ്റ്റ് മിസ് കഴിച്ചു. ആ ബ്ലോക്ക് അവിടെ ഇല്ലെന്ന് ഞാൻ പഠിച്ചത്. ഇതാണ് ഈ ബ്ലോക്ക് എടുത്ത് വെച്ചത്. മിക്കവാറും ഞാൻ തന്നെ ഇരിക്കില്ല, വേൾഡിൽ ആരും ഇല്ലല്ലോ. മിക്കവാറും പാർക്ക് കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചാടി വന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ പകുതി വെച്ച് നമ്മുടെ ഡീപ് സ്ലൈറ്റ് ആവും. നമ്മുടെ നെതറൊക്കെ തീർന്നു പോയതാണ് ആ സമയത്ത്. ഇനി അങ്ങോട്ട് പറന്നു പോയപ്പോൾ ഒരു 5 റോക്കറ്റേ ഉള്ളൂ ബാക്കി. ഇനി കറക്റ്റ് ഓക്കെ ഈ മരം കണ്ട നമ്മൾ മരം വെച്ചിനാണ് ഇവിടെയും ചെയ്ത് വെച്ചിരിക്കുന്നത് വഴി അറിയാൻ വേണ്ടി. ഓക്കെ ഇച്ചിരി ഗോൾഡൻ ഗേറ്റ് വെച്ചേക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് വരെയാണ് ആ പോർട്ടലിരിക്കുന്നത്. ഇതേ എവിടെയാണ് ആ പോർട്ടൽ? അതാണ് നമ്മുടെ പോർട്ടൽ. പെട്ടെന്ന് എൻ്റെ സിറ്റിയിലോട്ട് പോകാൻ നമുക്ക് 10-500 ബ്ലോക്ക് പോകുന്നതിന് പറ്റും ഇവിടെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്താൽ മതി. അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്ത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്ന്. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതൊരു സ്പെഷ്യൽ വേറൊരു വീഡിയോ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയിലല്ല അല്ലാത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ പോർട്ടലിലോട്ട് കയറി നിങ്ങൾ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പോർട്ടലിലോട്ട് കയറിക്കാൻ നേരെ നമ്മുടെ എൻ്റെ വേൾഡിലെത്തും. എൻ്റെ വേൾഡിലല്ല സ്ട്രോങ് ഹോൾഡിലെത്തും. സോറി എൻ്റെ വേൾഡിലല്ല കേട്ടോ, സ്ട്രോങ് ഹോൾഡിലാണ്. എന്നിട്ട് ആ പോർട്ടൽ വഴി നമുക്ക് പോകാൻ നമ്മുടെ എൻ്റെ വേൾഡിൽ നമുക്ക് പോർട്ടൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ നമുക്ക് ഈ ബെഡ് പൊട്ടിച്ചേക്കാം. വെറുതെ അല്ല, ഞാനൊരു വട്ടം ചത്തപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്ന് സ്പോണായത്. ഈ ബെഡ് അങ്ങ് പൊട്ടിച്ചേക്കാം, ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പഴയ സ്ഥലത്തിന് സ്പോണാകത്തുള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. ഇനി എന്തായാലും നമുക്കിതേ നമ്മുടെ എൻ്റെ വേൾഡിലോട്ട് എടുത്ത് ചാടിയേക്കാം നമ്മൾ. അയ്യോ നമ്മൾ മറ്റേ കർവ്ഡ് പംകിൻ എടുത്തിട്ട് പോയായിരുന്നല്ലേ. നമ്മൾ ഈ ഇത് മൈൻഡ് ചെയ്തെന്നുള്ളതുകൊണ്ടേ ഈ എൻഡർമാന്മാർ ഭയങ്കര ശല്യമായിരിക്കും. ഇതങ്ങ് ചെയ്തേക്കാം. ഓക്കെ അയ്യോ എൻ്റെ പൊന്നെ രണ്ടെണ്ണത്തിന് നോക്കി അയ്യോ എൻ്റെ പൊന്നെ ഈ എൻഡർമാന്മാരെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. എൻ്റെ റോക്കറ്റും പോയി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ മൈൻഡ് എടുത്തേക്ക് കുറേ അടിയും തന്നു ഈ സൗമാരി. ഇവന്മാർ നമ്മൾ 2-3 അടിയൊന്നും നമ്മുടെ ലൈഫൊക്കെ കുറയത്തുള്ളൂ വിചാരിക്കരുത്. ഈ എൻഡർമാന്മാർ കൂട്ടത്തിൽ നിന്ന് അടിച്ച് നമ്മൾ ചത്ത് അത്രേ ഉള്ളൂ. അതിൽ നമുക്കൊരു 14-16 17 ഓക്കെ ഇപ്പം തന്നെ 7 ആയിട്ടുണ്ട്. നമുക്ക് ഈ ടോർച്ച് എടുത്ത് ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം. ഇവിടെ വിളിച്ച് ഒരേപോലെ തന്നെയല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അതിൽ നമുക്കിത് ഈ ഒരു ഭാഗത്ത് നിന്ന് മൈൻഡ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഈ നേരെ കുത്തനെ പോകുമ്പോൾ നമ്മൾ കുത്തനെ താഴെ വീഴും. ഇപ്പോൾ എന്തായാലും ഇതൊന്ന് മൈൻഡ് ചെയ്യുന്ന വീഡിയോ ചെറിയൊരു ടൈം ലാപ്സ്. നമ്മളങ്ങനെ നമ്മുടെ ലിറ്റർ ഇട്ടില്ലേ. ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ ആവശ്യമുള്ള ഒബ്സിഡിയനൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 17 ഒബ്സിഡിയൻ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ മതിയോ നോക്കി നമുക്കൊരു പോർട്ടൽ സെറ്റ് ചെയ്യാൻ. 2 പോർട്ടൽ സെറ്റ് ചെയ്യാൻ. നമുക്ക് ഇതിലും കൂടി ചാടാം. ഓക്കെ അവിടെ ബോട്ടൊക്കെ ഇരിക്കുന്നതാണ്, നമ്മൾ ഇതുവരെ ആ ബോട്ട് പിടിച്ചില്ലല്ലേ. അപ്പോൾ കഴിച്ച് ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകണം. ഇനി ഏകദേശം -48 നമ്മുടെ അയൺ ഫാമിൻ്റെ അങ്ങോട്ട് തന്നെ. ഇവൻ്റെ അനങ്ങുന്ന നല്ല രസമുണ്ടല്ലേ. ഏകദേശം നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം. ഇനി നമുക്കിത് നമ്മുടെ ഈ ഡ്രൗൺ എന്ന് പറഞ്ഞേക്കാം. ഇവന്മാർ ഭയങ്കര അനോയിങ്ങാണ്. ഓക്കെ നമുക്കിത് നമ്മുടെ എൻട്ര ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ബ്ലോക്കൊന്നും തന്നെ വേറെ എടുത്തില്ലല്ലേ. നമുക്ക് ഈ 2 ഷൾക്കർ എടുത്തിട്ടേ ഒരു ഷൾക്കർ എടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിൽ വെച്ച് 2
നമ്മുടെ ഈ കുറച്ച് ബ്ലോക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഷൾക്കർ ഓക്കെ ഷൾക്കർ പൊട്ടിച്ചാൽ കയ്യിലൊന്ന് ഈ എൻട്ര ചെസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തേക്കാം. ഇനി നമുക്കിത് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇത്രയും ബ്ലോക്ക് തികയണം. ചിലപ്പോൾ ഇത് തികയായിരിക്കും ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലും കുറച്ച് ഇരിപ്പുണ്ട്, അത് നമുക്ക് എടുത്തോണ്ട് വരാനുള്ളൂ. ഓക്കെ നമുക്കിത് ഇങ്ങോട്ടൊരെണ്ണം വെച്ചിട്ട് നമ്മുടെ എൻട്ര ചെസ്റ്റും ഷൾക്കറും നമുക്കത് എടുത്തോടെ വെക്കാം. ആദ്യം നമുക്ക് ഈ സബ്സിഡി വേണ്ടല്ല, സബ്സിഡി അല്ലല്ല, എൻട്ര ചെസ്റ്റ് എടുത്തിട്ട് ചേടാ എന്തൊരു മറ്റേ ക്വസ്റ്റ്യൻ മാർക്ക് തട്ടിയതല്ലേ. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ 2 ഷൾക്കറും ഇതൊക്കെ എടുത്ത് ഇതിനകത്തിട്ട് വെച്ചേക്കാം. അയ്യോ ഞാൻ എൻ്റെ മഠത്തിലാണ് ഈ ചെസ്റ്റ് പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കുന്നു. ഓക്കെ നമുക്ക് എന്തായാലും ഈ ബെഡ് എടുത്ത് വെച്ചേക്കാം. ആവശ്യമില്ല കുറച്ച് സംഭവമാണ്. നമുക്കിതേ ടോർച്ച് ഇതൊന്നും ആവശ്യമില്ല. അമ്പ് ബെഡും ടോർച്ചല്ലേ ഇരിക്കട്ടെ, കുഴപ്പമില്ല. നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ്. ഇനിയിപ്പോൾ നമുക്ക് 31 ബ്ലോക്ക് ഉണ്ട്. 31 ബ്ലോക്ക് പോരാ, നമുക്ക് കുറച്ചുകൂടി ബ്ലോക്ക് എടുക്കാം. ഓക്സിഡൻ അല്ലല്ലേ, ഈ രണ്ടും ഒരേപോലെ ഇരിക്കുന്നു. നമ്മൾ മാർക്സ് നമുക്കിത് ഇതിൻ്റെ സൈഡിലോ ഗൈസ്. ഓക്കെ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ബ്ലോക്ക് വേണം. ഏകദേശം 2-3 സ്റ്റാക്ക് ഇരിക്കട്ടെ. നമുക്കിതേ നമ്മുടെ വൈ ലെവലൊക്കെ കാണാൻ പറ്റും ഗൈസ്. 63 ഇനി നമുക്ക് 100 ബ്ലോക്ക് പില്ലർ ചെയ്ത് പോകണം. അതായത് 100. അയ്യോ ഓക്കെ ഗൈസ് നമുക്കിതല്ലേ ഇതൊന്ന് റീപ്ലേസ് ചെയ്യാം ഇത് വെച്ച്. വെക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് 163 വൈ ലെവൽ വരെ നമുക്ക് പോകണം. അപ്പോൾ ഈ ഒരു കാര്യം പറയാം, എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മൊത്തം ബിൽഡ് ചെയ്യുന്നൊരു ടൈം ലാപ്സ് പോലെ നിങ്ങൾ കാണിക്കുക, അതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ ചാൻസ് നമ്മൾ മൊത്തം കാണിച്ചില്ല. ഓക്കെ
അങ്ങനെ നമ്മുടെ ഏകദേശം ഇതാണ് നമ്മുടെ റൂഫ്. നമ്മൾ ഏകദേശം ഈ റൂഫും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫാം നമ്മുടെ മോബ് ഫാം നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ടോർച്ച് വെച്ച് കൊടുക്കാം ഫോർ സേഫ്റ്റി. കാരണം ഇവിടെ മോബ്സൊക്കെ സ്പോണാക്കി കഴിഞ്ഞാൽ അവിടെ സ്പോണാകാനുള്ള ചാൻസ് കുറവാണ്. ഇതിന് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശം വെക്കുന്നത് ക്രീപ്പർ കിട്ടാനാണ്. സ്കെൽട്ടൺ സോംബിയും വിച്ചൊന്നും വന്നതിന് ഇതിൽ പിന്നെ വിച്ചും വരും കേട്ടോ ഗൈസ്. വിച്ചും വരും, സ്പൈഡർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാർപ്പറ്റ് അവിടെ വെച്ചത്. ചിലപ്പോൾ സ്പൈഡർ സ്പോണാൻ ചാൻസ് ഉണ്ട്. സ്പോണായി കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ മുകളിലോട്ട് താഴത്തോട്ട് വരുത്തില്ല, ഇവർ മുകളിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. മീൻസ് വലയിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇവിടെ കുറച്ച് സ്ലാബ് വെക്കണം. സ്ലാബ് കയ്യിലുണ്ടോ? സ്ലാബ് 2 സ്റ്റെപ്പ് കയ്യിലുണ്ട്, എടുത്തിട്ടുണ്ട്. ഇവരൊട്ടിയിരിക്കുമ്പോൾ കുറേ അങ്ങനെ ചത്തില്ലെങ്കിൽ നമുക്ക് ബോക്സ് സ്പോൺ ആവത്തില്ല. എന്നാലും കുഴപ്പമില്ല. സ്പോണായാലും നമ്മളങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇത് പൊളിച്ചിട്ട് നമുക്ക് നേരെ മരെല്ലാം കൊന്നാൽ മതി, അത് കുഴപ്പമില്ല. സോ നമുക്ക് എന്തായാലും ഇതിങ്ങനെ വെച്ച് പോകണം. ഇതിങ്ങനെ ഒരു ചെറിയൊരു 10 minutes. സോ ഗായ്സ് അത് നമ്മളങ്ങനെ വെച്ചിട്ട് നമ്മൾ ടോർച്ചൊക്കെ വിതറി വെച്ചിട്ട് നമ്മളിത് മൊത്തം കാണിക്കാത്തത് നമ്മുടെ ഓക്കെ റേറ്റ് എന്നിട്ട് നമ്മുടെ ഈ റോക്കറ്റിൽ നമ്മളിത് ഇങ്ങനെ ഓക്കെ അയ്യോ ഇങ്ങനെ നമുക്ക് വേണം പോവാൻ. നമുക്ക് ഗ്ലൈഡ് ചെയ്ത് പോകണം. നമ്മളിത് റോക്കറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാഡറൊക്കെ എടുത്ത് പൊട്ടിച്ച് മാറ്റുന്നതാണ് നമുക്ക് ആവശ്യമില്ല തൽക്കാലത്തേക്ക്. പിന്നെ നമ്മളിത് ഈ ബ്ലോക്കൊക്കെ നമ്മളെടുത്ത് പൊട്ടിച്ച് മാറ്റും. ഇത് ഒരുമാതിരി ഇരിക്കുന്നു, അതാണ് വിഷയം. ഓക്കെ നമുക്ക് എന്തായാലും ഇതിങ്ങനെ എടുത്ത് കയറാം. ഇവിടെ കയ്യിലിപ്പോൾ റോക്കറ്റ് എന്തെങ്കിലും ബ്ലഡ് റിസ്മേറ്റ് ചെയ്ത് നമ്മൾ പോർട്ടലൊക്കെ വെച്ച് നമ്മൾ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ സ്കാഫോൾഡിങ് കുറച്ചുണ്ടാക്കണം. പിന്നെ ഗൈസ് നമ്മൾ ഈ ഫാർം ഉണ്ടാക്കുന്നത് മര്യാദയ്ക്ക് കാണിക്കാത്തത് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുകയാണ്. നോക്കി ഉണ്ടാക്കിയ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഈ പ്രാവശ്യം തന്നെ ഞാൻ കൊടുത്തിരിക്കും. എപ്പോഴും ഞാൻ മറന്നു പോകുന്നു ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് ലെങ്തി ആക്കണം എന്നാണ് വീഡിയോ. നമുക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ AFK നിന്നാൽ മതിയാവും തോന്നുന്നു. അത്യാവശ്യം അവർ പറയുന്നൊരു 3 മിനിറ്റ് AFK നിന്നാ. അതേ വന്ന് ക്രീപ്പർ. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഓ
ഇതെന്താ ഇവൻ 12 ഡ്രോപ്പ് ചെയ്ത? സോ ഗൈസ് ഇവൻ ഒരെണ്ണത്തിൽ നിന്ന് 12 ഡ്രോപ്പ് ചെയ്തു. എനിക്കൊന്ന് നേരത്തെ വീണവനൊക്കെ വീണ് ചത്തുപോയി കാണാൻ നോക്കി. നമ്മുടെ ഷെൽക്കർ മൊത്തം തീർന്നിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് 7 മിനിറ്റ് ഒന്ന് എഫ് കെ നോക്കാം, എത്രത്തോളം കിട്ടുമെന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് എഫ് കെ എനിക്ക് ഗൈസ്. 3 മിനിറ്റ് അല്ല, അത്യാവശ്യം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് എഫ് കെ നോക്കാം. 3 മിനിറ്റ് 4 മിനിറ്റ് നിൽക്കുമ്പോഴാണ് കിട്ടുന്നതെന്ന് ഇവർ പറഞ്ഞത്. ഇവർ ഇങ്ങനെ സ്നീക്ക് ചെയ്ത് ചിലപ്പോൾ ക്രീപ്പർ വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും സ്നീക്ക് ചെയ്ത് അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 7 മിനിറ്റ് 6 മിനിറ്റോളം നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിത് ഇത്രയും ഡ്രോപ്പ് കിട്ടി ഗൈസ്. അത് ഇച്ചാതി ഡ്രോപ്പ് ഗൈസ്. നമ്മൾ ഡ്രോപ്പറിന് പോലും അത് പിടിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മൾ സംഭവമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരിങ്ങനെ വീട് കുറേ പേര് ചാവുന്നുണ്ട്, അല്ലാത്തവർ ഒറ്റ ഷോട്ടിനാണ് ചാടുന്നത്. ഏകദേശം ഇവന്മാർ 22 ബ്ലോക്ക് താഴത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. വെള്ളത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും പക്ഷേ അവന്മാർക്ക് നല്ല ഡാമേജ് കിട്ടും ഗൈസ്. അതാണ് ഓക്കെ. നമുക്ക് ഇവന്മാരെ അടിച്ചടിച്ച് സ്പാം ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ അടിച്ചടിച്ച് ഇതോടെ നമുക്ക് നല്ലോണം എക്സ്പി കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ എക്സ്പി കിട്ടും. നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് ക്രീപ്പർ, അതും നല്ലോണം സ്പോൺ ആകുന്നുണ്ട്. ഓരോന്നോരോന്ന് സ്പോണെ വീണുകൊണ്ടിരിക്കുക. നല്ല എഫിഷ്യൻ്റാണ് ഈ സീ ഫാം. അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ എന്തായാലും കൊടുത്തിരിക്കും. സ്നീക്ക് അടിക്കില്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇരിക്കുന്നത്. ഓക്കെ, എല്ലാവരും മാക്സിമം ഇതൊക്കെ ഇങ്ങനത്തെ മോ ഫാം ഉണ്ടാക്കാൻ നോക്കുക. നല്ല മോ ഫാമാണ് ഗൈസ്. ഓക്കെ, നല്ലോണം തന്നെ എഫിഷ്യൻറ്റും ആവുന്നുണ്ട്. ഓക്കെ, ഇവന്മാരും ഇവന്മാർ വെടിവെക്കത്തില്ലല്ലേ? മറ്റേ ക്രീപ്പർ മാത്രമേ നമ്മളെ കാണാൻ പറ്റത്തുള്ളൂ, ഇവന്മാരെ കാണാൻ പറ്റത്തില്ല. ഈ സ്കെൽട്ടൺ സോംബിക്കൊന്നും കാണാൻ പറ്റില്ല. ഇവന്മാരെ മൊത്തം തീർക്കട്ടെ. ഈ എസ് പിയും കൂടി എടുക്കുമ്പോഴത്തേക്കും ഓക്കെ സെറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇവന്മാർ ഗൈസ്, ഇപ്പോൾ നമുക്കിതേ നമ്മുടെ ഗൺ പൗഡർ അത്യാവശ്യം നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതേ ഒരു സ്റ്റാക്ക്, പിന്നെ ബോണും കുറച്ച് കിട്ടുന്നുണ്ട്. ബോണിപ്പോൾ നമുക്ക് ഇത് സ്കെൽട്ടൺ ഫാമിൽ നിന്നും കിട്ടുന്നുണ്ട്, നമ്മുടെ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ബോണിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ വള്ളിയില്ല. ഇനി നമുക്കൊരു ഷുഗർ കെയിൻ ഫാർമാണ് നമുക്കിവിടെ ഉണ്ടാക്കാനുള്ളത്. അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കണ്ടൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.